എന്തായാലും റിനു, സാധാരണ മനുഷ്യരെയൊക്കെ ആണെങ്കിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നാ പറയുക. ഇനി ശിഷ്ടകാലം ഈ കടുവയ്ക്ക് കൂട്ടിൽ കഴിയാം എന്നുള്ളതാണ്. കടുവ നോക്കുന്നുണ്ട്, അതിൻ്റെ കണ്ണുകളൊക്കെ കാണാം, അതിൻ്റെ ശൗര്യമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത്യാവശ്യം 2-3 മുരൾച്ചയൊക്കെ മുരണ്ടു. ഇപ്പോൾ കടുവയ്ക്ക് മനസ്സിലാവുന്നില്ല, എന്തോ താൻ പെട്ടു എന്ന് കടുവയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കടുവയെ കൂട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ മൃഗശാലയിൽ കഴിയുന്ന എല്ലാ ജീവജാലങ്ങളും പരോളും ജാമ്യവും ഇല്ലാത്ത ജീവപര്യന്തം തടവുകാരാണല്ലോ. അങ്ങനെ മറ്റൊരു പരോളും ജാമ്യവും ഇല്ലാത്ത ജീവപര്യന്തം തടവുകാരിയായി മാറാൻ പോവുകയാണ് ഈ പെൺകടുവയും. ഇനി മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. ചെറിയ മുരൾച്ച ഇപ്പോഴും കേൾക്കാം. അതിൻ്റെ കണ്ണുകളിലൊരു ഭയമുണ്ട്. അവളുടെ കണ്ണിൽ 8 വയസ്സുകാരിയാണ്. ആടിനെയാണ് ഭക്ഷിച്ചിരുന്നത്. വളർത്തുമൃഗങ്ങളെ പിടിച്ചിരുന്ന കടുവയാണ് വയനാട്ടിൽ നിന്ന് കെണിവെച്ച് പിടിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് റിനുവും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഡോറ് തുറക്കുന്നതോടുകൂടി കടുവയെ ഉള്ളിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് കരുതുന്നു. അതിനുശേഷം ഈ ഡോറ് മോചിപ്പിക്കും. അതിൻ്റെ കണ്ണുകളിൽ പ്രേക്ഷകർക്ക് കാണാം ചെറിയ ഭയമുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് കടുവ നിരീക്ഷിക്കുകയാണ്.